ഫലസ്തീൻ വിഷയത്തിൽ ഖത്തർ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കരാർ വ്യവസ്ഥ പ്രകാരമുള്ള 20 ദിന പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാത്ത വിധമാണ് ഇപ്പോഴുള്ള ഇസ്രായേലിന്റെ നടപടിയെന്നും അതിന് അമേരിക്ക കൂട്ടുനിൽക്കുന്നു എന്നും ഖത്തർ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇതോടെ പലസ്തീൻ കരാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ ദിവസം ഖത്തർ സന്ദർശിച്ച ഖത്തർ പ്രധാനമന്ത്രി തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോട് ഈ വിഷയം നേരിട്ട് പറഞ്ഞത്. ഇപ്പോൾ നടക്കുന്നത് ഒരു നാടകം മാത്രമാണ്. ഒരു കരാർ വ്യവസ്ഥയും കൃത്യമായ രീതിയിൽ ഇസ്രായേൽ പാലിക്കുന്നില്ല. മാത്രവുമല്ല 100-ലധികം തവണ കരാർ ലംഘനം ഇസ്രായേൽ നടത്തിയിട്ടും അമേരിക്ക മൗനം പാലിക്കുകയാണ്. ഏകദേശം 400ഓളം ആളുകൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ കരാർ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ സഹായങ്ങൾ അങ്ങോട്ട് സഹായങ്ങൾ കരാർ വ്യവസ്ഥ ഇല്ലാതെ അല്ലെ പ്രത്യേകമായിരിക്കുന്ന ഒരു നിർദ്ദേശം പോലും ഇല്ലാത്ത രീതിയിൽ ഗസയിലേക്ക് സഹായഹസ്തങ്ങൾ എത്തിക്കും എന്നുള്ളത് അന്നത്തെ ഈജിപ്തിലെ കരാർ വ്യവസ്ഥയിൽ പറഞ്ഞതാണ്. അത് പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പ്രവേശിക്കപ്പെടുന്ന വാഹനങ്ങൾ പോലും തടയുന്ന രീതി അവിടെ ഉണ്ടാകുന്നു. തണുപ്പ് ബാധിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്ന റിപ്പോർട്ടും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും സഹായങ്ങളും നൽകാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകുമ്പോൾ ഇസ്രായേൽ അത് തടഞ്ഞു നിർത്തുന്നു. ഇസ്രായേലിനോട് സഹായിക്കാനല്ല പറയുന്നത്, മറ്റുള്ളവർ സഹായിക്കുന്നത് തടയരുത് എന്ന് മാത്രമാണ് പറഞ്ഞത്. അത് കരാർ വ്യവസ്ഥയിൽ പറഞ്ഞതാണ്, അതവർ പാലിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പുതിയൊരു വിഷയം ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വന്നത്, വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് കാനഡ തീരുമാനിച്ചു. അവിടെ നടക്കുന്ന ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റം, ഫലസ്തീനുകളെ പുറത്താക്കുന്നത്, അവരുടെ വീടുകൾ പിടിച്ചെടുക്കുന്നത്, അവരെ വെടിവെച്ച് കൊല്ലുന്നത്, അറസ്റ്റ് ചെയ്യുന്ന അടക്കം ഏറ്റവും വലിയ ക്രിമിനൽ സംഘമായി ഇസ്രായേലിലെ സൈനികർ വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്നു. ഇത് പല കുറി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. പല തലത്തിൽ UN സഭയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുകയും ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിക്കുകയും അത്തരം പ്രവർത്തിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുകയും അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ലെന്ന് അമേരിക്ക മധ്യസ്ഥതയായിട്ട് ഏറ്റെടുക്കുകയും ചെയ്തതാണ്. പക്ഷേ പ്രവൃത്തി നിർബാധം തുടരുന്നു. എന്നാൽ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കാനുള്ള കാനഡയുടെ താല്പര്യം ഇസ്രായേൽ തടഞ്ഞിരിക്കുന്നു എന്നാണ്. എന്നാൽ എന്തിനാണ് തടഞ്ഞത്? മറ്റു രാജ്യത്തിൻ്റെ ഈ വിഷയമായിട്ട് ആഭ്യന്തര വിഷയം കണ്ട സമയത്ത് രാജ്യാന്തര തലത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രതിനിധികൾ പങ്കെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് പങ്കെടുക്കാറുണ്ട്. അത് തടയേണ്ട ആവശ്യം ഇസ്രായേലില്ല. അപ്പോൾ ഇസ്രായേൽ അത് തടയുന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിരിക്കുന്ന ഏതെങ്കിലും കാരണങ്ങൾ ഇസ്രായേൽ ഉണ്ടാവും. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾക്കെതിരെ സംസാരിക്കുമോ, ഇടപെടൽ നടത്തുമോ, ലോകാന്തര തലത്തിൽ ഈ വിഷയം കാനഡ ഉന്നയിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ അനുമതി നിഷേധിക്കപ്പെട്ടത്. ഈ വിഷയം വലിയ ചർച്ചയായതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇസ്രായേൽ പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ബന്ധു കൈമാറ്റത്തിന് ശേഷമുള്ള മൃതദേഹ കൈമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മൃതദേഹം ഇപ്പോൾ ബാക്കിയുണ്ട്, അതിനുവേണ്ടി വലിയ തെരച്ചിൽ നടത്തുകയാണ്. അത് കിട്ടിയതിന് ശേഷം മാത്രമാണ് രണ്ടാം ഘട്ട ചർച്ച നടത്തുക എന്നുള്ളത്. എന്നാൽ ഈ മൃതദേഹത്തെ തിരയുന്നതുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളും ആ ഏരിയകൾ അപ്പാടെ തകർത്തതും ബോംബ് സ്ഫോടനത്തോടെ ഇല്ലാതാക്കിയതും ഇസ്രായേലാണ്. എന്നിട്ട് അതിന് അവിടുത്തെ മെഷീനറി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മൃതദേഹം തിരയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേൽ അത് അനുവദിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് മൃതദേഹം കിട്ടരുത്. അങ്ങനെ ആ സമയത്ത് മാത്രമേ ഈ വിഷയം ഉണ്ടാക്കിയിട്ട് വല്ലാത്ത രീതിയിൽ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാൻ്റേതായിരിക്കുന്ന ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നത്, അതും വലിയ ചർച്ചയായിരിക്കുകയാണ്. അവർ പറയുന്നത് അമേരിക്കയാണ് പ്രതിക്കൂട്ടിൽ, അവരാണ് പ്രതികൾ. ആ നിലപാടിൽ നിന്ന് ഇറാന് മാറ്റമൊന്നുമില്ല. ഇസ്രായേലിനെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന അമേരിക്കയാണ്. അമേരിക്കയോട് തന്നെ സഹായം ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാര്യം എന്ന് പറയുന്നത്, ഈ പ്രവർത്തനങ്ങളെല്ലാം വേണ്ടി വന്നാൽ ഒരു മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാൻ മാത്രം അമേരിക്കയ്ക്ക് സാധിക്കുമെന്നിരിക്കെ എന്തുകൊണ്ട് അവരിത് പറയുന്നില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടായ സമയത്ത് 10 മിനിറ്റ് കൊണ്ട് യുദ്ധം അവസാനിപ്പിച്ച പ്രസിഡന്റാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിച്ച് തങ്ങളുടെ രാജ്യം വലിയ രീതിയിലുള്ള പ്രയാസത്തിലാണ്. ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കെടുതിയും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു, മരണങ്ങളുണ്ടാകുന്നു, നാശങ്ങളുണ്ടാകുന്നു, നഷ്ടങ്ങളുണ്ടാകുന്നു, ബിൽഡിങ്ങുകൾ തകരുന്നു. ഇതിനൊന്നും പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ ഒരു സംവിധാനത്തിൽ സാധിക്കുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കണം. അത് ഒരു പ്രഖ്യാപനം പോലെ ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കയുടെ പ്രസിഡന്റ് അത് പറയുകയും ചെയ്തു. ഇറാൻ ഏതായാലും കേട്ടു, ഇസ്രായേലും കേട്ടു. വേറെ വഴികളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇസ്രായേൽ അത് അംഗീകരിച്ചു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അവർക്ക് നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ ഏത് കരാർ വ്യവസ്ഥയും പാലിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ എല്ലാ കാലത്തും തയ്യാറാവും. എന്നാൽ അവർക്ക് നഷ്ടങ്ങളൊന്നും ഇല്ല, അവർ വിജയിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഒരു കരാർ വ്യവസ്ഥയും ചരിത്രത്തിൽ ഇന്ന് വരെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജാതി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.
അത് ഈ ലെബനാൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ലെബനാനിൽ 6 ഡേ വാറുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാൻ്റെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കിയതോടനുബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനം തന്നെ ലെബനാനിൽ ഉണ്ടാകുന്നത്. അവർ നിരന്തരം ഏറ്റുമുട്ടുകയും ആക്രമിക്കുകയും ഇസ്രായേലിൻ്റെ സൈനികർക്ക് നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിനിടയിലാണ് ചെയ്തതുകൊണ്ടാണ് അവർ പിടിക്കപ്പെട്ട പ്രദേശത്ത് നിന്ന് ഏകദേശം 65% പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ വിട്ടുപോകേണ്ടി വന്നത്. അതിപ്പോൾ ലെബനാൻ്റെ ഭാഗമായിട്ട് അവർ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർ നിൽക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്താണ് വീണ്ടും വിഷയങ്ങളുള്ളത്. എന്നാൽ ആ കാലത്ത് തന്നെ പിടിക്കപ്പെട്ട പ്രദേശങ്ങൾ മറ്റു രാജ്യത്തിൻ്റെത്, അതിലൊന്ന് സിറിയയുടേതാണ്. ഗോലാൻ കുന്ന് തിരിച്ചു പിടിച്ചിട്ടില്ല. അതിനുള്ള സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി ഉണ്ടായിട്ടില്ല. എല്ലാ കരാർ വ്യവസ്ഥയുണ്ടാകും. എന്തെങ്കിലും വിഷയം ഉണ്ടാകുന്ന സമയത്ത് സിറിയ സാധാരണ വേഗം UN സഭയിൽ ചെന്നിട്ട് പ്രമേയം അവതരിപ്പിക്കും, പരാതികൾ പറയും, സങ്കടം പറയും, അത്രമാത്രം ചെയ്യും. അതെല്ലാം കേൾക്കും, അമേരിക്കൻ കേൾക്കും. ഇസ്രായേലിനെതിരെ എന്തെങ്കിലും പ്രമേയം വരികയാണെങ്കിലോ വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അത് പരാജയപ്പെടുത്തുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്യൂ, ഈ സിറിയയെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെ തന്നെ ചന്തക്ക് പോയാലെ തിരിച്ചു പോരുകയും ചെയ്യും. ഇതാണ് അവിടെ ഉണ്ടാകുന്നത്. ഇനി ഈജിപ്തിൻ്റെ കൈവശത്തിൽപ്പെട്ടാണ് ഗസക്ക് വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഈ വിഷയം പ്രശ്നമൊക്കെ നടക്കുന്നത്. ഗസ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം ഈജിപ്ത് നടത്തിയിട്ടില്ല. വെസ്റ്റ് ബാങ്ക് ഈ ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട ജോർദാനെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്താണ് വെസ്റ്റ് ബാങ്ക്. ജോർദാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇസ്രായേൽ എന്ന് പറയുന്ന സൈനിക സംഘം തോൽക്കുകയുള്ളൂ, അവർ പിന്മാറുകയുള്ളൂ. ഞങ്ങൾക്കത് അനുഭവമാണ് എന്ന് പല ഘട്ടത്തിലും ലെബനാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത ഒരു പോംവഴിയിലൂടെയും ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ള ലെബനാൻ്റെ അതേ അഭിപ്രായം തന്നെയാണ് യഥാർത്ഥത്തിൽ ഗസക്കുള്ളത്. ഗസ അത് ആദ്യം തന്നെ ഹമാസ് ആണെങ്കിലും ഈ ഫലസ്തീൻ അതോറിറ്റി ആണെങ്കിലും അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: സമാധാന ശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടോ വ്യവസ്ഥകൾ ഉണ്ടാക്കിയത് കൊണ്ടോ പാലിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് തങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. 1948 ശേഷം 75 വർഷത്തോളം നിരന്തരം പോരാട്ടത്തിൽ മരണപ്പെട്ട ഫലസ്തീനരുടെ എണ്ണത്തെക്കുറിച്ചോ അവരനുഭവിച്ച ത്യാഗത്തെക്കുറിച്ചോ ദുരന്തത്തെക്കുറിച്ചോ ഒരു ലിസ്റ്റ് പോലും കൃത്യമായ രീതിയിൽ പറയാൻ ലോകത്തിനില്ല. ഞങ്ങൾക്ക് പോലും ക്രോഡീകരിക്കാൻ പറ്റാത്ത വിധമുള്ള ദുരന്തങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഹമാസ് പറഞ്ഞിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും ഫലസ്തീൻ അതോറിറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ലോകം ചെവി കൊണ്ടിട്ടില്ലല്ലോ. ലോകം ചെവി കൊണ്ടത് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടിയാണ്. അവർ പറയുന്നതിലും ന്യായങ്ങളുണ്ട്, യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളുണ്ട്. കുറച്ചൊക്കെ അവർ പറയുന്നതാണ് ശരി എന്ന് ലോകം ചെവി കൊടുക്കാൻ തുടങ്ങിയത് ഈ ഒരു വിഷയം ഉണ്ടായിട്ട് അന്ന് ഈ ഒക്ടോബർ 7 ഉള്ള സംഭവത്തിന് ശേഷമാണ്. ഇപ്പോൾ ഗസയിൽ നടക്കുന്ന ഒരു സംഭവം ലോക ചർച്ചയാണ്. ലോകത്തിൽ നിന്ന് വളരെ പ്രാധാന്യമുള്ള റിപ്പോർട്ടായിട്ട് ഫലസ്തീൻ വിഷയം മാറിയത് 2023 ശേഷമാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ ഖത്തറിൻ്റെ നിലപാട് രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ അറേബ്യൻ മീഡിയകളൊക്കെ പറയുന്നത്. ഒന്ന്, ഇസ്രായേൽ തുടർച്ചയായ രീതിയിൽ കരാർ ലംഘിക്കുന്നത് കൊണ്ട് തങ്ങൾ എന്ത് ചെയ്യില്ല, തങ്ങൾ ആ കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറും, ഈ 20 ദിന പദ്ധതി നടപ്പിലാക്കിയില്ല. അത് അങ്ങനെ പറയുന്നതോടനുബന്ധിച്ച് തന്നെ വേറെ വിഷയം എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അധ്യക്ഷതയിലാണ് ഈജിപ്തിൽ വെച്ചിട്ടാണ്. അങ്ങനെ ആ കരാർ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ പാലിക്കാൻ പറ്റാത്തൊരു വിഷയം ഒരു പരാതിയായിട്ട് ഖത്തർ പറയുമ്പോൾ അത് അമേരിക്കയോടാണ് പറയുന്നത്. അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിനും അത് സാരമായിട്ട് മുറിവേൽക്കും എന്നുള്ളതാണ്. ഇതിനു മുൻപ് ഇറാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ വിഷയത്തിൻ്റെ തുടർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അഥവാ അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസിൽ നിന്ന് അവരെ പുറത്താക്കണം. ഘട്ടം ഘട്ടമായ രീതിയിൽ അവരില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതലം അറബ് ഭൂമിയിൽ ഉണ്ടാക്കത്തിടത്തോളം കാലം അറബ് മേഖലയ്ക്ക് സുരക്ഷിതമല്ല. ആ കാര്യം വളരെ ഗൗരവത്തിലെടുക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പല ഘട്ടങ്ങളിൽ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം റൈസി ഉള്ള കാലത്ത് 3 പ്രാവശ്യം ജിദ്ദയിൽ കൂടിയിരിക്കുന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്: നിങ്ങളുടെ ശത്രു നിങ്ങളുടെ മടിയിൽ തന്നെയാണ് ഉള്ളത്, നിങ്ങളത് താലോലിച്ച് പോറ്റുകയാണ്. അതാണ് ഇല്ലാതാക്കേണ്ടത്, അതാണ് തടയേണ്ടത്. അവരെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കണം. അതിൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വസിക്കാം. കാരണം ആ ഒരു സൈനിക ബേസ് ആ 2 രാജ്യത്തും ഇല്ല. അതിനെ പിന്തുടരണം, മാതൃകയാക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒമാൻ മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ചൈനയ്ക്ക് എയർബേസ് സൃഷ്ടിക്കാൻ വേണ്ടി, സൈനിക ബേസ് സൃഷ്ടിക്കാൻ വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുക്കുകയും ചെയ്തു. ഏറെക്കുറെ ഒമാനെ പിന്തുടർന്ന് മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യണം എന്നുള്ള അഭിപ്രായവും ഇറാൻ്റെ ഭാഗത്തുണ്ട്. കാരണം ഇറാനും ഒമാനും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ്. യമനും അമേരിക്കയും തമ്മിൽ പ്രശ്നമുണ്ടായ സമയത്തും ഒമാനാണ് മധ്യസ്ഥ വഹിച്ചത്. ഇറാനും അമേരിക്കയും തമ്മിൽ വിഷയം ഉണ്ടായ സമയത്തും ഒമാനാണ് മധ്യസ്ഥ വഹിക്കുന്നത്. അത് ആണവായുധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 5 തവണയാണ് ചർച്ച നടത്തിയത്. ആ 5 തവണ ചർച്ച നടത്തിയാലും മധ്യസ്ഥത വഹിച്ചത് ഒമാനാണ്. അതിൽ 3 പ്രാവശ്യം ഒമാനിൽ വെച്ചിട്ടും 2 പ്രാവശ്യം ഈ
ഇറ്റലിയിൽ വെച്ചിട്ടുമാണ് ചർച്ച നടക്കുന്നത്. ഇപ്പോൾ 6ാം തവണ ഒമാനിൽ വെച്ച് ചർച്ച നടത്തുന്നതോടനുബന്ധിച്ചാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. നമുക്കത് അറിയാവുന്ന വിഷയമാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഖത്തർ അമേരിക്കക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ചെറിയ രീതിയിലുള്ള വിഷയമായിട്ടല്ല, ഗൗരവതരമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെ കാണുന്നത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.